എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതായിരുന്നു കനിഷ്ക വിമാന ദുരന്തം. 329 മനുഷ്യർക്കാണ് വിമാന ദുരന്തത്തിൽ അന്ന് ജീവൻ നഷ്ടമായത്. ഭീകരാക്രമണമായിരുന്നു ദുരന്തത്തിന് കാരണം. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 എന്ന വിമാനമാണ് ആക്രമണത്തിനിരയായത്. കാനഡയിലെ മോൺട്രിയോളിൽ നിന്നും ഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്നതാണ് കനിഷ്ക എന്ന വിമാനം. 1985 ജൂൺ 23-നാണ് വിമാനം മോൺട്രിയോളിൽ നിന്ന് പുറപ്പെട്ടത്. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു യാത്ര. ലണ്ടനിലെത്തുന്നതിന് 45 മിനിറ്റ് മുൻപ് വിമാനത്തിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനം വാൻകൂവറിൽ ഇറങ്ങിയപ്പോൾ കാർഗോയിലേക്ക് സൂട്ട് കേസിലാക്കിയ ബോംബ് കയറ്റിയെന്നാണ് കണ്ടെത്തൽ. തറനിരപ്പിൽ നിന്ന് 31,000 അടി ഉയരത്തിൽ വെച്ചായിരുന്നു പൊട്ടിത്തെറി. കടലിലേക്ക് വിമാനത്തിന്റെ ഭാഗങ്ങളും മനുഷ്യ ശരീരഭാഗങ്ങളും വീഴുകയായിരുന്നു. 131 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാനായത്. ഈ അപകടം നടന്ന് 1 മണിക്കൂറിന് ശേഷം ടോക്കിയോയിലെ നരിത എയർപോർട്ടിലും സ്ഫോടനമുണ്ടായി. കനേഡിയൻ പസഫിക് എയർലൈൻസിൽ വന്ന കാർഗോ ആണ് പൊട്ടിത്തെറിച്ചത്. മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റാനുള്ള കാർഗോ ആയിരുന്നു. 2 അപകടങ്ങളും കനിഷ്ക കേസ് എന്നാണ് അറിയപ്പെടുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബ്ബർ ഖൽസയായിരുന്നു ആക്രമണത്തിനു പിന്നിൽ. സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന് പ്രതികാരമായിട്ടാണ് ഭീകരർ കനിഷ്കയിൽ ബോംബ് വെച്ചത്. ബബ്ബർ ഖൽസ ഭീകര നേതാക്കളെ കനേഡിയൻ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. കാനഡയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാന്വേഷണ കേസായിരുന്നു കനിഷ്ക. ദുരന്തത്തിന്റെ 40-ാം വാർഷികം ജൂൺ 23-ന് വരാനിരിക്കെയാണ് മറ്റൊരു വിമാന ദുരന്തത്തിനു കൂടി രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.